ഹലോ, ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. എന്നും ഇങ്ങനെയൊന്നല്ല, ഓരോ ദിവസം മാറി മാറിയാട്ടോ ഞാൻ ചെയ്യാറ്. ഇന്ന് കൊച്ചിനെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ പോയി. അങ്ങനെയാണ് ഇന്നത്തെ അന്നേരം എനിക്ക് തോന്നിയ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന്. ഞാൻ ഫോണിൽ ഏതോ ഫിൽറ്റർ ഓൺ ആക്കിയിട്ടേക്കോന്ന് പറഞ്ഞ് ഞാൻ ചേട്ടനോട് തർക്കിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പുള്ളിയുടെ ലിപ്സിനൊക്കെ ഭയങ്കര കളർ വന്നേക്കണം. ഞാൻ ഫിൽറ്റർ ഓൺ ആക്കിയേക്കണം എന്ന് പുള്ളി പറയണേ. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഞാൻ ഓഫ് ചെയ്തു, കാരണം അവിടെ എന്തോ പാട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് കയറി വന്ന് കോപ്പിറൈറ്റ് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങളുടെ സ്നാക്സ് ഒക്കെ മേടിച്ച് ഞങ്ങൾ ചായ കുടിയിലാണ്. കൊച്ചിനെ കൊണ്ട് വിട്ടുട്ടോ, അത് കഴിഞ്ഞിട്ടുള്ള ഡേ ആയി കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ ഓൾഡ് മംഗിലാണ് പോയത്. ഒരു റിവർ വ്യൂ സൈഡിലുള്ള ഒരു കുറേ ഷോപ്പുകൾ ഒന്നിച്ചുള്ള ഒരു സ്ട്രീറ്റ് പോലെയുള്ള സെറ്റപ്പാണ് ഓൾഡ് മങ്ക്. എൻ്റെ പതിവ് പോലെ എൻ്റെ മീഡിയം ചായയും ചേട്ടൻ്റെ കട്ടൻ ചായയുമാണ് ഞങ്ങൾ എപ്പോഴും മേടിക്കാറ്. എന്നിട്ട് ഞാനൊരു കേക്ക് പീസ് മേടിച്ചു. അത് ഇതിൻ്റെ പേരെനിക്കറിയാൻ മേല, കേൾക്കുന്നൊന്നും അല്ലാന്ന് തോന്നുന്നു. അതെന്താണെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒന്നുകൂടെ മേടിച്ച് കൊച്ചിനും കൂടെ ഒരെണ്ണം മേടിച്ചു. ഇതാണ് ഓൾഡ് മങ്ക് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സെറ്റപ്പ്. ഞാൻ നേരത്തെ പോയിട്ടുണ്ട്, നേരത്തെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് അവിടുന്ന് നേരെ ചേട്ടൻ എന്നെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോയി. കൊച്ചിനെ കൊണ്ടുവിട്ടു. ചായയും കുടിച്ചിട്ട് വന്ന വഴിയാണ് ഓർത്തെ മുയലിന് കുറച്ച് പുല്ല് കുറച്ചുകൊണ്ട് പോകാം, കുറച്ചേ ഉള്ളൂ. അപ്പം രാവിലെ ഒരു ഉച്ചയാകുമ്പോൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ള പുല്ല് ഇച്ചിരി പറിച്ച് വയ്ക്കുവാണെങ്കിൽ നല്ലതല്ലേ. ഒരു പീസ് കേക്ക് മേടിച്ചു. ഞങ്ങൾ മേടിച്ചില്ലായിരുന്നോ, 2 കേക്ക് ഒരെണ്ണം നല്ല അടിപൊളിയാന്ന് തോന്നിയിട്ട് കൊച്ചിനും കൂടെ ഒരെണ്ണം മേടിച്ചു വെച്ചു. വൈകുന്നേരം വരുമ്പോൾ കൊടുക്കാം. അപ്പം ഞാൻ ഇച്ചിരി പുല്ല് പറിക്കാനായിട്ട് ഈ ഫോണും താഴെ വെക്കണം, കേക്കും താഴെ വെച്ചാൽ ഉറുമ്പ് കൊണ്ടുപോകുമെന്ന് അറിയാൻ മേല. എവിടെയും വെച്ചിട്ട് ഞാൻ ഇച്ചിരി പുല്ല് പറിക്കട്ടെ. ഇതാട്ടോ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വേറൊരു ഷോർട്ട് കട്ട്. മെയിൻ റോഡ് വഴി കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കറങ്ങാനുണ്ട്. അപ്പോൾ നടന്ന് നമുക്ക് എത്തൂല. ഈ വഴിയാണെങ്കിൽ പെട്ടെന്ന് ഇതേ ആ കാറ് കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വീട്. അപ്പോൾ മെയിൻ റോഡിന് ഇത്ര അങ്ങ് നടന്നേച്ചാൽ മതി വീട്ടിലേക്ക് എത്താനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ വഴിയാണ് ചാടി ഓടി നടന്നു പോകാറ്. ക്യാമറ ഒരു വിധത്തിലൂടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതേ കേക്ക് ഇവിടെ വെക്കാൻ എൻ്റെ അമ്മയെ ഉറുമ്പ് കൊണ്ടുവന്നിരുന്നാൽ മതിയായിരുന്നു. കുറച്ച് ചീരയിലേയും പത്തിട്ട് നമുക്ക് വീട്ടിൽ പോവാം. കത്തിയൊന്നും എടുക്കാത്തതുകൊണ്ടേ, കത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കുറച്ച് വഴിയിൽ നിറയെ പുല്ല. ചീരയിലാണെങ്കിൽ മുതൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. കുറച്ച് പുല്ലുണ്ട്, അച്ഛൻ രാവിലെ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഇട ഗ്യാപ്പിനുള്ളത് മതി. ഇനി വൈകുന്നേരം വൈകുന്നേരം എനിക്കിന്ന് സമയം കിട്ടുമെന്ന് തോന്നണില്ല. അർജുൻ വന്നിട്ടുണ്ട്, മറ്റേ അനിയനില്ലേ അവൻ അർജുൻ. അപ്പോൾ വൈകുന്നേരം അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ കറങ്ങാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ട്. അവൻ കൊണ്ടുപോകുകയാണെങ്കിൽ അവൻ്റെ കൂടെ പോകണം. കൊണ്ടുപോകുമോ എന്തോ, സാധാരണ ഇപ്പോൾ ഒന്നും സമയം കിട്ടാറില്ല കൊണ്ടുപോകാനായിട്ട്. കണ്ട ഇവൻ്റെ ചെവി നേരെ ആയില്ല, ഇടയ്ക്ക് പിന്നെയും തളർത്തിയിടും. നേരെ പിടിച്ചോ, ഇടയ്ക്കുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ചെവി ഇങ്ങനെ തൂങ്ങി കിടക്കും, ഇടയ്ക്കിടയ്ക്ക് നേരെയാവും. ഈ പൊട്ട് തൊട്ടേക്കണോ, ഞങ്ങൾ ആളെ തിരിച്ചറിയാൻ വേണ്ടി പൊട്ട് തൊട്ട് വെച്ചേക്കുക. ഇതുകൊണ്ട് ഇവൻ്റെ എപ്പോഴും ചെവി തളർന്ന് കിടക്കണേ. പൊക്കി പിടിക്കടാ, മരുന്ന് കൊടുത്തിട്ടൊന്നും ശരിയാണല്ലോ. ഇപ്പം മറ്റേ വെള്ളത്തിൽ കലക്കി കൊടുക്കാനായിട്ടൊരു മരുന്നുണ്ടേ, അതാ കൊടുക്കും. എടി എൻ്റെ ഉടുപ്പ് കടിച്ചു നോക്കുവാണോ നീ വന്നിട്ട്? എടാ ഭയങ്കരമാര് ഈ പുല്ല് എടുത്ത് കളയാൻ നേരത്താണ് ഇവർക്ക് തിന്നാൻ തോന്നുന്നത്. അത്രയും നേരം ഇവർക്ക് കഴിക്കണ്ട അല്ലേ, അത്രയും നേരം കഴിക്കണ്ട. എന്നിട്ട് കളയാൻ നേരത്താണ് ഓടി പൂച്ചേ. ഇവിടെ ഒരു ബ്രഷ് മേടിച്ചു. എന്റെ ഫോണിലെടുത്ത് മാറി. എന്താണ് വെള്ളം മാറ്റി വെച്ചായിരുന്നു അടിയച്ചാ? ഞാൻ വെള്ളം മാറ്റണം. ചീര ചീര ചീരല അതിന് ഫോണല്ല ചീരല. എടാ ചീരല വേണ്ടേ? എന്നാ വേണ്ട, കഴിക്കണ്ട. ഞാൻ ആ പുല്ല് പറിച്ചുകൊണ്ട് വന്നിട്ട് അപ്പോഴത്തേക്ക് ഇവിടെ ഒരു കൊച്ചു അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകെ ചമ്മലായിപ്പോയി. ഞാൻ ഫോൺ അടച്ചിട്ട് ഞാൻ വർത്താനം പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാനോർത്ത് അവർ കേട്ട് കാണും, കാരണം ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒച്ചയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ അവർ കേട്ട് കാണുമെന്ന് ഞാൻ ഓർത്തത്. ചമ്മി പോയേനെ. അവർ വന്നിട്ട് മുകളിലത്തെ വീട്ടിൽ താമസിക്കുന്നതാണ്. ആ കൊച്ച് പുറത്താണ്, അവർ താമസിക്കുന്നൊക്കെ പുറത്താണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളൂ ലീവിന്, വെക്കേഷന് നാട്ടിൽ വന്നതാണ്. മുയലിനെ ഒന്നും കണ്ടിട്ടില്ല, അപ്പോൾ മുയലിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനെടുത്ത് പിടിച്ച് കാണിച്ച് മേത്തൊക്കെ പിടിച്ച് കയ്യിലൊക്കെ മൊത്തം രോമായി. കൊച്ചു മുയലിനെയൊക്കെ തൊട്ടിട്ട് ഇപ്പോൾ പോയേ ഉള്ളൂ. അത് മുയലിനെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നേ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ മുയലിനെ എപ്പോഴല്ലേ കാണേ. എൻ്റെ അനിക്കുട്ടിയും ഞങ്ങളിവിടെ മേടിച്ച് കഴിഞ്ഞപ്പോൾ അവളും മുയലിനെ കണ്ടേ. പിന്നെ അവിടെ ഈ സൂല് മുയലില്ലല്ലേ, അങ്ങനെ എവിടെയൊക്കെ പോകുമ്പോഴല്ലേ കാണുന്നത്. ഇപ്പോൾ എവിടെയൊന്നും ഇല്ലാണ്ടായി തുടങ്ങിയില്ലേ. ആടിനെ പോലും ഇവിടെ ഒന്നും കാണാനില്ലാണ്ടായി. പശു, ആട് ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടായി തുടങ്ങി. ഇത് വീഡിയോ എടുത്തപ്പോൾ ക്യാമറ തിരിഞ്ഞു പോയി, ഞാൻ അറിഞ്ഞില്ല. ഒരു ഡെലിവറി ബോയ് വന്നാട്ടോ, ഒരു ചെരുപ്പ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വലുതായി പോയി ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ ചെരുപ്പിൻ്റെ, അത് വലുതായി പോയിരുന്നു. അപ്പോൾ റിട്ടേൺ അടിച്ചിട്ട് അതിൽ ചെറുതാണെന്ന് നോക്കാം. ചെറുത് കിട്ടിയാൽ മതിയായിരുന്നു. അത്രയൊന്നും തപ്പി പോകാനുള്ള ക്ഷമ എനിക്കില്ല. വലിച്ചങ്ങോട്ട് കീറുക. അതെൻ്റെ എൻ്റെ ഹോൾമാർക്ക് അതിൽ തൊട്ടി കളിക്കാൻ സമ്മതിക്കില്ല. ഇതെന്നാ സെയിം സാധനം തന്നെ പിന്നെയും കിട്ടിയത്? എന്താ ഇത്? കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇത്രയും ബാലൻസ് കിടക്കും. ഇനി ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കണം. ഇനി റിട്ടേൺ ഉണ്ടോ എന്നുള്ളത് ആർക്കറിയാം.
ഇനി നെറ്റ് അലക്കാനിടണം. ഇങ്ങനെ ചവിട്ടി അലക്കാൻ നെറ്റ് അലക്കാനൊക്കെ ഉള്ള ദിവസം ഞാൻ തോട്ടി പോകാറുണ്ട്. പിന്നെ തോട്ടി പോയിട്ട് വേണം ഇത് അലക്കാൻ. ഇതാട്ടോ ഞങ്ങളുടെ തോട്. അവിടെ തൊട്ടടുത്താണ്, തൊട്ടപ്പുറത്തെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേക തരം വഴിയിലൂടെ വേണം നമ്മൾ സൂക്ഷിച്ച് നടക്കാൻ. അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഈ തോടങ്ങ് പോയി പുഴയിൽ പോയി ജോയിൻ ചെയ്യും. ഈ വല ഇങ്ങനെ ഇട്ടിട്ട് വേണേൽ മീൻ പിടിക്കാം. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണങ്ങുമെന്നറിയില്ല. എന്തായാലും ഞാൻ നെറ്റ് കഴുകിക്കൊണ്ട് വിരിച്ചിട്ടു. വേണമെങ്കിൽ മെഷീനിലിട്ടൊന്ന് കറക്കിട്ടിടായിരുന്നു. പിന്നെ ഞാൻ ആ പണിക്ക് പോയില്ല. പിന്നെ അത്യാവശ്യം വെയിലുണ്ട്. ഈ ഷീറ്റിൻ്റെ ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കൂടുതലെന്ന് ഓർത്തുകൊണ്ട് വിരിച്ചിട്ട്. അയ്യോ, ബക്കറ്റ് എടുക്കാൻ മറന്നു പോയനിപ്പോൾ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലത്തെ നില തേച്ചിട്ടില്ല. ഇനി യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് വേണം മുകളിലത്തെ നില തേക്കാൻ. ഇതിനടിയിലാണ് മുയലും കൂട് ഹാങ് ചെയ്തിട്ടേക്കണം. ഈ സ്റ്റെപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുക. അതുകൊണ്ട് മുയലും കൂടിൻ്റെ പ്രൊട്ടക്ഷനാണ് ഈ ഷീറ്റൊക്കെ ഇട്ടിട്ടേക്കണം. അത്രയും കൂടെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടേ.